നമസ്കാരം. സർഗ കൈരളി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് രാമായണ കഥ 3-ാം ഭാഗം കേൾക്കാം. സമർപ്പണം വിജയാശാന്തൻ, കോമളപുരം. അവതരണം കൃഷ്ണ രാജീവ്, പൂവത്തുശ്ശേരി. അയ്യോ, കുഞ്ഞിൻ്റെ കരച്ചിൽ! അബദ്ധമായോ ഭഗവാനെ? രാജാവ് ലക്ഷ്യസ്ഥാനത്തേക്കൂടി. അവിടെ രാജാവ് കണ്ടു ഒരു മുനികുമാരൻ കാട്ടാറിൻ്റെ തീരത്ത് തൻ്റെ അമ്പേറ്റ് കിടക്കുന്നു. സമീപത്തായി ഒരു മൺകുടം ചരിഞ്ഞു കിടക്കുന്നു. അതിൽ നിന്നും വെള്ളം ചോർന്നൊഴുകുന്നു. രാജാവിനെ കണ്ട മുനികുമാരൻ വളരെ പ്രയാസപ്പെട്ടു പറഞ്ഞു, അങ്ങെന്തിനാണ് അമ്പെയ്ത് എന്നെ കൊല്ലുന്നത്? സാരമില്ല, അറിയാതെ ചെയ്തതായിരിക്കാം. രാജാവേ, അന്ധരായ എൻ്റെ അച്ഛനമ്മമാർ ദാഹിച്ച് പരവശരായി തളർന്ന് പർണശാലയിൽ കിടക്കുന്നുണ്ട്. അവർ ഇത് സഹിക്കില്ല. എൻ്റെ പിതാവിൻ്റെ ശാപം ഏൽക്കാതിരിക്കണമെങ്കിൽ എന്നെ അവരുടെ അടുത്ത് എത്തിച്ചാലും. ഇത്രയും പറഞ്ഞപ്പോഴേക്കും മുനികുമാരൻ്റെ ശബ്ദം നിലച്ചു. അപരാധബോധത്താൽ വിറയ്ക്കുന്ന കരങ്ങളാൽ മുനികുമാരൻ്റെ മൃതശരീരം രാജാവ് കോരിയെടുത്തു. ഒപ്പം വെള്ളം നിറച്ച മൺകുടവും. രാജാവ് ആ കാട്ടിലൂടെ നടന്നു. അന്ധരായ ആ മുനി ദമ്പതിമാരുടെ പർണശാല കണ്ടുപിടിച്ചു. അവിടെ എത്താറായപ്പോൾ കരിയില അനങ്ങുന്ന ശബ്ദം കേട്ട് മുനി ചോദിച്ചു, മകനെ, എന്താണ് ഇത്ര വൈകിയത്? ഇത് കേട്ട് രാജാവ് ഭയന്നു. പതുക്കെ പതുക്കെ മുനികുമാരൻ്റെ മൃതശരീരം ആ മുനിയുടെ മടിയിൽ വച്ചു കൊടുത്തു. തങ്ങളുടെ പൊന്നോമന പുത്രൻ്റെ മൃതശരീരം തിരിച്ചറിഞ്ഞ ആ മുനി ദമ്പതിമാർ പൊട്ടിക്കരഞ്ഞു. ഹൃദയം പൊട്ടുമാറ് തേങ്ങിക്കരയുന്ന അന്ധനായ മുനിയുടെ കാൽക്കൽ കണ്ണീർ വാർത്തുകൊണ്ട് താൻ ആരാണെന്നും കയ്യബദ്ധം വന്നതാണെന്നും മാപ്പ് തരണമെന്നും രാജാവ് കേണപേക്ഷിച്ചു. സത്യം മനസ്സിലാക്കിയ മുനി പറഞ്ഞു, ഇപ്പോൾ പുത്രൻ്റെ വേർപാട് മൂലം ഞങ്ങൾ കണ്ണു കാണാത്തവരായി തീർന്നു. ഞങ്ങളുടെ കണ്ണായ പുത്രനെ ഞങ്ങൾ അനുഗമിക്കട്ടെ. ഞങ്ങൾ 3 പേരുടെയും മരണത്തിന് കാരണക്കാരനായ രാജാവേ, അങ്ങ് മാപ്പിന് അർഹനല്ല. അങ്ങ് പുത്രദുഃഖത്താൽ തന്നെ മരിക്കും. രാജാവ് അവരെ സമാധാനിപ്പിക്കാൻ വളരെ ശ്രമിച്ചു. പക്ഷേ മുനികുമാരൻ്റെ ജഡത്തോടൊപ്പം മുനിയും പത്നിയും വെണ്ണീറായി തീർന്നു. രാജാവ് ദുഃഖഭാരത്തോടെ കൊട്ടാരത്തിലേക്ക് മടങ്ങി. അടുത്ത ഭാഗം അടുത്ത ദിവസം കേൾക്കാം. നന്ദി, നമസ്കാരം.